ഗസ യുദ്ധത്തിൽ ഇസ്രയേലിന് നിർണായകമായ സഹായം നൽകിയത് ഇന്ത്യയാണ്. അതുകൊണ്ട് ഇസ്രയേൽ ജനത ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് കടപ്പെട്ടിരിക്കുന്നു. ഇസ്രയേൽ അംബാസഡറായ റുവാൻ അസർ പറഞ്ഞൊരു കാര്യമാണ്. എന്തായിരിക്കും അങ്ങനെ ഒരു പ്രസ്താവനയ്ക്ക് പിന്നിൽ? അത് വളരെ രസകരമായൊരു പ്രസ്താവന. രസകരമല്ല, നമുക്കും ചില ഇന്ത്യയോട് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. നമുക്കും അപ്പോൾ ചില നന്ദിപൂർവ്വം ഓർമ്മിക്കേണ്ടുന്ന ചില സംഭവങ്ങളുണ്ട്. അത് പറയാതെ നമുക്ക് ഇതിലേക്ക് പറയാൻ പറ്റില്ല. അതിലേക്ക് പറയും മുമ്പ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം റുവാൻ അസർ പറഞ്ഞിരിക്കുന്നത്, ഈ ഗസ യുദ്ധത്തിൽ ഏറ്റവും നിർണായകമായ യുദ്ധം നടന്നത് റഫ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. റഫയിലായിരുന്നു ഹമാസിൻ്റെ ശക്തി കേന്ദ്രം. ഹമാസിൻ്റെ മിലിറ്ററി ആസ്ഥാനം അവിടെയായിരുന്നു, കമാൻഡ് അവിടെയായിരുന്നു, ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരും കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കും അവിടെയായിരുന്നു, സമ്പത്ത് മുഴുവൻ അവിടെയായിരുന്നു. റഫ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ വലിയ തോതിൽ സൈനികരെ അയച്ചു, ടാങ്കുകൾ അയച്ചു, എല്ലാം ചെയ്തു. പക്ഷേ റഫയിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭൂമിക്കടിയിൽ വളരെ ആഴത്തിലാണ് ഇവർ സൈനിക കമാൻഡുകളൊക്കെ ഉണ്ടാക്കിയിരുന്നത്. അവിടെ ആക്രമിക്കാൻ നേരത്ത് ഈ ഭൂമിക്കടിയുള്ള നിർമ്മിതികൾ തകർക്കാനുള്ള ബോംബുകളും മറ്റും വേണമായിരുന്നു. ആ സമയത്ത് ബൈഡൻ സർക്കാർ, അമേരിക്കൻ സർക്കാർ പറഞ്ഞു, നിങ്ങൾ റാഫ ആക്രമിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഭൂഗർഭത്തിലുള്ള നിർമ്മിതികൾ തകർക്കാനുള്ള ബോംബുകൾ ഇസ്രായേലിന് കൊടുത്തില്ല, തടഞ്ഞു വെച്ചു. അപ്പം ആ ഓപ്പറേഷൻ റഫ അങ്ങനെ നിന്നുപോയി, വിജയിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. പക്ഷേ ഓപ്പറേഷൻ റഫയ്ക്ക് വേണ്ടിയിട്ട് ഇന്ത്യയിലൊക്കെ ഇന്ത്യയിലും വലിയ പ്രശ്നമായിരുന്നു. നമ്മുടെ സിനിമാടന്മാരൊക്കെ ഓൾ ഐസ് ഓൺ റഫ എന്നൊക്കെ പറഞ്ഞു. കാരണം റഫ അതുവരെ ഗസയിൽ എല്ലായിടത്തും ഇസ്രായേൽ കയറി മേഞ്ഞപ്പോഴും ആർക്കും വേദനിച്ചില്ല. ഇവരുടെ തീവ്രവാദ കേന്ദ്രമായ റഫയെ തൊട്ടപ്പോൾ കേരളത്തിലെ സിനിമാ നടന്മാർക്ക് വരെ നൊന്തു, അമേരിക്കയ്ക്കും നൊന്തു. അമേരിക്കയിൽ ബൈഡൻ സർക്കാർ ഇസ്രായേലിനെ സഹായിക്കുന്നുണ്ടെങ്കിലും ഇസ്ലാമിസ്റ്റുകളുടെ കയ്യിലായിരുന്നു ബൈഡൻ, ഡീപ് സ്റ്റേറ്റിന്റെ കയ്യിലായിരുന്നു. ഡീപ് സ്റ്റേറ്റിന് പലസ്തീൻ നിലവിൽ വരണം, ഇസ്രായേൽ തോക്കണമെന്നാണ് ആഗ്രഹം. പക്ഷേ ബൈഡന് ഗവൺമെൻറ്റുകൾ, പ്രസിഡന്റ് മാറിയാലും ഗവൺമെൻറ് തുടരുമെന്നുള്ളത് കൊണ്ട് ഇസ്രായേലിന് അനുകൂലമായ പോളിസി അങ്ങനെ മാറ്റാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് പേരിന് ഇസ്രായേലിനെ സഹായിച്ചുകൊണ്ടിരുന്നതാണ്. ഗുരുതരമായ ആവശ്യം വന്നപ്പോൾ സഹായിച്ചില്ല എന്നാണ് റുവാൻ അസർ പറയുന്നത്. നമ്മൾ ഓർക്കുന്നില്ല, ഈ 2 ആഴ്ച മുമ്പ് ട്രംപ് വന്ന ഉടൻ തന്നെ ബൈഡൻ തടഞ്ഞു വെച്ചിരുന്ന അതീവ പ്രഹരശേഷിയുള്ള ബോംബുകൾ വിട്ടുകൊടുത്തു. വാർത്തയായിരുന്നു, നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. കപ്പലിൽ കൊണ്ടിറക്കിയിട്ട് അന്ന് റഫ ആക്രമിക്കുന്ന സമയത്ത് കൊടുക്കേണ്ട ബോംബുകൾ തടഞ്ഞു വെച്ചു. അതായത് ബൈഡൻ പറഞ്ഞുകൂടെ ഇത് കൊടുക്കാതെ വെച്ചു. പിന്നെ എങ്ങനെയാണ് ഇത് ആക്രമിച്ചത്? റഫയെ ആക്രമിച്ചത്, റഫയെ കീഴടക്കിയത് എങ്ങനെയാണ് എന്നതിൻ്റെ ഉത്തരമാണ് ഇപ്പോൾ റുവാൻ അസറിലൂടെ വന്നിരിക്കുന്നത്. റുവാൻ അസർ പറയുന്നു, അങ്ങനെ ഒരു നിർണായക ഘട്ടം ഉണ്ടായപ്പോൾ ഞങ്ങളെ സഹായിച്ചത് മോദിജിയാണ്. ഇത്രയും അദ്ദേഹം ഇന്ത്യൻ പ്രധാനമന്ത്രി. അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ സഹായിച്ചു എന്ന് പറയുന്നുണ്ട്. അമേരിക്ക കൊടുത്ത ബോംബുകളില്ലാതെ റഫ അറ്റാക്ക് നിന്നു. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോൾ റഫ അറ്റാക്ക് അതീവ ശക്തമായി ആരംഭിച്ചു. റഫയെ തവിടുപൊടിയാക്കി. അപ്പോൾ എവിടെ നിന്നോ ബോംബ് കിട്ടി, ആയുധം കിട്ടണം, എവിടെ നിന്നോ കിട്ടി, എവിടെ നിന്നാണെന്ന് അറിയത്തില്ല, എവിടെ നിന്നോ കിട്ടി. ഏതായാലും മോദിജിക്ക് നന്ദി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മോദിജി അങ്ങയോട് ഇസ്രായേൽ ജനത കടപ്പെട്ടിരിക്കുന്നു, മോദിജിക്ക് നന്ദി. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നമുക്ക് ഈ നന്ദി പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. കാർഗിൽ യുദ്ധം നടക്കുന്നു. കാർഗിൽ യുദ്ധത്തിൽ മുകളിൽ, അതായത് നമ്മുടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള കരാറിൻ്റെ ഭാഗമായി ഇന്ത്യൻ പട്ടാളം കാർഗിലെ ദ്രാസ് ഉൾപ്പെടെയുള്ള ടൈഗർ ഹിൽസിൽ നിന്നൊക്കെ നമ്മുടെ പട്ടാളം താഴേക്ക് ഇറങ്ങി. ശൈത്യകാലത്ത് ആരും സൈനിക നീക്കം നടക്കുകയില്ല. പക്ഷേ ഈ സമയത്ത് പാകിസ്ഥാൻ പതുക്കെ നുഴഞ്ഞു കയറി നമ്മുടെ പോസ്റ്റുകൾ, മിലിറ്ററി പോസ്റ്റുകൾ മുഴുവൻ പാകിസ്ഥാൻ പിടിച്ചെടുത്തു. അത് ആട്ടിടയന്മാരാണ് വന്നിട്ട് നമ്മുടെ പട്ടാളത്തോട് പറയുന്നത്. അവിടെ സംശയാസ്പദമായി ചില ആളുകൾ, കാരണം അവിടെ ഇന്ത്യൻ പട്ടാളം ഉണ്ടാവത്തില്ല, ഇന്ത്യൻ പട്ടാളം ഇറങ്ങി താഴെ പോരും. ആ സമയത്ത് അവിടെ ആരോ ഉണ്ടെന്ന് നമ്മുടെ പട്ടാളം പറയുമ്പോൾ നമ്മൾ അപകടം തിരിച്ചറിഞ്ഞു, പട്ടാളത്തോട്. അപ്പം നമ്മുടെ സൈന്യം മലയിലേക്ക് കയറുമ്പോൾ ഇവർ ചെയ്യുന്നത് എന്താണ്? മലയുടെ മുകളിൽ നിന്ന് താഴത്തേക്ക് പിടിക്കും. അപ്പം നമുക്ക് പ്രതിരോധിക്കാൻ കഴിയില്ല. നമ്മുടെ 100 കണക്കിന് പട്ടാളക്കാർ മരിച്ചു പോകും, അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അമേരിക്കയോട് ആവശ്യപ്പെട്ടു, ഇവർ മുകളിലിരിക്കുന്ന പാകിസ്ഥാൻ പട്ടാളം ഒക്കുപ്പൈ ചെയ്തിരിക്കുകയാണ്, നമ്മുടെ പോസ്റ്റുകൾ പിടിച്ചെടുത്ത് അവിടെ ഇരിക്കുകയാണ്. അവരെ തിരിച്ചറിയാൻ മിലിറ്ററി GPS, നമ്മുടെയൊക്കെ ഫോണിൽ GPS ഉണ്ട്. നമ്മുടെയൊക്കെ ഫോണിലെ GPS പറഞ്ഞാൽ ഏറ്റവും പ്രാകൃതമായതാണ്. അമേരിക്കയുടെ ആണല്ലോ GPS, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. ഇത് ഏറ്റവും ആധുനികമാണ്. അതിൻ്റെ ഏറ്റവും ലോവസ്റ്റ് വെർഷനാണ് നമുക്ക് തരുന്നത്. പക്ഷെ അമേരിക്കയുടെ പക്കലുള്ള GPS വെച്ചിട്ട് ഒരു നിലത്ത് കിടക്കുന്ന ഒരാണി പോലും കാണാൻ പറ്റും. അത്ര സൂക്ഷ്മമായി കാണാൻ പറ്റുന്ന GPS അമേരിക്ക ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വാജ്പേയി സർക്കാർ അമേരിക്കയോട് കെഞ്ചി, ഞങ്ങൾക്ക് ആ GPS ഒന്ന് തരൂ, ഞങ്ങൾ എവിടേക്കാണ് ഇതിൽ, അല്ലെങ്കിൽ ഞങ്ങളുടെ പട്ടാളക്കാർ മുഴുവൻ മല കയറും, വെടിയേറ്റ് മരിച്ചുകൊണ്ടിരിക്കും, GPS തരൂ എന്ന് പറഞ്ഞിട്ട് അമേരിക്ക തന്നില്ല. അപ്പോൾ ആ സമയത്ത് ഇസ്രായേൽ ഇങ്ങോട്ട് വന്ന് പറഞ്ഞു,
ഇന്ത്യക്ക് ആവശ്യം വന്നാൽ ഞങ്ങളുണ്ട്, ഞങ്ങൾ തരാം ഞങ്ങളുടെ സംവിധാനം എന്ന് പറഞ്ഞ് നമുക്ക് തന്നു. അങ്ങനെയാണ് ഈ മലയുടെ മുകളിലിരിക്കുന്ന പാകിസ്ഥാൻ പട്ടാളക്കാരെ ഇസ്രയേൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കണ്ടെത്തി തവിട് പൊടിയാക്കി നമ്മൾ വിജയത്തിലേക്ക് എത്തിയത്. അതാണ് ഇന്ത്യ കാർഗിൽ വിജയം നേടിയതിന് മുന്നിൽ ഇസ്രയേലിന്റെ അന്ന് നമ്മൾ ഇസ്രായേലിൽ സമയോചിതമായ സഹായമുണ്ട്. അതിൽ നമ്മൾ എന്നും നന്ദിയുള്ളവരാണല്ലേ. കാരണം കാർഗിലിലെ ഈ മലകൾ പിടിച്ചെടുത്തുള്ള കാര്യം എന്നറിയോ, ഇവർക്ക് മലകളുടെ മുകളിൽ ഇരുന്നാൽ നമ്മുടെ സപ്ലൈ ചെയിൻ മുറിക്കാം. അതായത് നമ്മുടെ പട്ടാളക്കാർക്ക് ആയുധങ്ങളും ഭക്ഷണവും ഒക്കെ കൊണ്ടിരുന്ന ട്രക്കുകൾ മുഴുവൻ മലകളുടെ മുകളിൽ നിന്ന് ഇവർക്ക് പീരങ്കി വെച്ച് തകർക്കാൻ വരുന്നു. നമ്മുടെ സപ്ലൈ ചെയിൻ മുറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാശ്മീർ ഉൾപ്പെടെ നമ്മുടെ കയ്യിൽ നിന്ന് പോയി. ആ സമയത്ത് നമ്മൾ ആവശ്യപ്പെടാതെ, അമേരിക്കയും ഇസ്രായേലും തമ്മിൽ വലിയ ബന്ധമാണ്. അമേരിക്ക ഇന്ത്യയെ സഹായിച്ചില്ല എന്ന് അറിഞ്ഞിട്ടും അമേരിക്കയ്ക്ക് എന്ത് തോന്നും എന്നതുപോലും പരിഗണിക്കാതെ ഇസ്രായേൽ നമ്മളെ സഹായിച്ചു. അപ്പോൾ നമുക്ക് ആ നന്ദിയുണ്ടേ. അതുപോലെയാണ് റഫ എന്ന് പറയുന്ന സ്ഥലം കീഴടക്കിയാലേ, റഫ തവിടുപൊടിയാക്കിയാലേ ഹമാസിന്റെ നടുവൊടിക്കാൻ പറ്റുള്ളൂ എന്ന് ഇസ്രായേൽ തീരുമാനിച്ച്, നെതന്യാഹു തീരുമാനിച്ച് അങ്ങോട്ട് സൈന്യത്തെ അയച്ചപ്പോൾ അവിടെ ആക്രമിക്കാൻ പറ്റുന്ന അതീവ പ്രഹരശേഷിയുള്ള ബോംബുകൾ കൊടുക്കാതെ ബൈഡൻ ഒരു കള്ളക്കളി കളിച്ചു. അതിനെയാണ് റുവാൻ അസർ പറഞ്ഞിരിക്കുന്നത്, അമേരിക്കൻ അഡ്മിനിസ്ട്രേറ്ററും ഞങ്ങളും തമ്മിൽ ചില ഗ്യാപ്സ് അന്നേരം ഉണ്ടായി, ഞങ്ങൾക്ക് മുന്നേറാൻ കഴിഞ്ഞില്ല. പക്ഷേ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങളത് നേടി. അതിന് താങ്ക്സ് ടു മോദിജി. എന്തോ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇസ്രായേലിനൊരു ആവശ്യം വന്നപ്പോൾ ഇസ്രായേലിനെ നമ്മളും സഹായിച്ചു എന്ന് ആദ്യമായി ഇസ്രായേൽ സർക്കാരിൻ്റെ ഒരു പ്രതിനിധി, ഇന്ത്യയിലെ അംബാസഡർ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ തന്നെയാണ്, ഇസ്രായേലിൻ്റെ പ്രതിനിധി പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾക്ക് അതിന് ഇസ്രായേലി ജനതയ്ക്ക് നരേന്ദ്രമോദിയോട് അങ്ങേറ്റം നന്ദിയും കടപ്പാടുമുണ്ട്. ഈ കഴിഞ്ഞ 1.5 വർഷക്കാലവും യുദ്ധം നടന്ന 1.5 വർഷക്കാലവും ഇന്ത്യ ഇസ്രയേലിൻ്റെ കൂടെയാണ് നിന്നത്. അതിന് ഞങ്ങൾ ഇസ്രയേലിലെ ഓരോ പൗരനും അങ്ങേയറ്റം വിലമതിക്കുന്നു. പിന്നെ അദ്ദേഹം പറഞ്ഞു, മോദിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ നേടിയ നേട്ടങ്ങൾ അത് വളരെ അഭിമാനകരമാണ്, ഞങ്ങൾക്കും സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് ഇസ്രയേലികൾക്ക് മോദിയോടുള്ളത് ആരാധനയാണ്. ഞങ്ങൾ അദ്ദേഹത്തെ ആരാധിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അത് IANS എന്ന് പറയുന്ന ചാനലിന് കൊടുത്ത ഇൻ്റർവ്യൂവിലാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇസ്രയേലും ഇന്ത്യയും തമ്മിൽ ഏറ്റവും പ്രധാനപ്പെട്ട സൗഹൃദമാണുള്ളത്. പക്ഷേ ഞങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളും ഒരേപോലെയാണ്. ഞങ്ങൾക്ക് ഒരേപോലെയാണ് ഞങ്ങളുടെ 2 നേതാക്കന്മാരും ചിന്തിക്കുന്നത്. മോദിയും നെതന്യാഹുവും ചിന്തിക്കുന്ന ഒരേപോലെയാണ്. കാരണം ഞങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളും ഒന്ന് തന്നെയാണ്. എന്താ നമ്മൾ നേരിടുന്ന പ്രശ്നം? 2 കൂട്ടരും നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം തീവ്രവാദ പ്രശ്നമാണ് അല്ലേ. ഹമാസിന്റെ പ്രശ്നവും ഇന്ത്യയിലെ തീവ്രവാദ പ്രശ്നവും. അതിനെ രണ്ടിനെയും നമ്മൾ ഒഴിവാക്കണമെന്ന് തീരുമാനിക്കുന്നു. നമ്മൾ 2 കൂട്ടരും ചിന്തിക്കുന്നത് ഒരുപോലെയാണ്. കാരണം നമുക്ക് 2 കൂട്ടർക്കും ഇസ്രയേലിനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വികാരം എന്ന് പറയുന്നത് രാജ്യം എന്നതാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഭാരതം, ഇന്ത്യ കഴിഞ്ഞ് മാത്രമേ മറ്റെന്തുമുള്ളൂ. നമ്മൾ 2 പേരും ദേശീയവാദികളാണ്. അതുകൊണ്ട് നമ്മൾ ഒരേപോലെ ചിന്തിക്കുന്നവരാണ്. സമാന പ്രതിസന്ധിയുണ്ട്, സമാന ചിന്തയുമാണ്. മാത്രമല്ല, ഞങ്ങൾ സമാധാനം കാക്ഷിക്കുന്നവരാണ്. ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ പിന്നെ ഇസ്രയേൽ സമാധാനത്തിൻ്റെ ആളുകൾ, ഇസ്രയേൽ ആരെങ്കിലും കയറി ആക്രമിച്ചിട്ടുണ്ടോ? ലോകത്ത് ഏതെങ്കിലും രാജ്യത്തെ ഇസ്രയേൽ അങ്ങോട്ട് പോയി ആക്രമിച്ച ചരിത്രം? അവരെപ്പോഴും പ്രതിരോധിക്കുകയാണ്. അവരെ ആക്രമിക്കുന്നതിൻ്റെ തലവെട്ടി അവരെടുക്കും, ഇത്രയേ ഉള്ളൂ. ഇപ്പൊ നോക്കൂ, അറബ് രാജ്യങ്ങൾ ഇസ്രയേൽ 48 രൂപീകരിച്ചു. ഇസ്രയേൽ രൂപീകൃതമായതിന്റെ പിറ്റേ ദിവസം ഇസ്രയേലിനെ അറബ് രാജ്യങ്ങൾ ചേർന്ന് ആക്രമിച്ചു. ഇസ്രയേൽ ഒരു യുദ്ധവും ചെയ്തിട്ടില്ല. ഇസ്രയേലിനെ ആക്രമിച്ചവരെ ഇസ്രയേൽ കീഴ്പ്പെടുത്തിയത് മാത്രമല്ല, ആക്രമിച്ചവന്റെ കുറെ സാധനമൊക്കെ പിടിച്ചെടുത്തു. അത് വെറുതെ ഇരുന്ന് ഇസ്രയേലിനെ മാന്തിയിട്ടല്ലേ, ചൊറിഞ്ഞിട്ടല്ലേ. അവരുടെ രാജ്യം പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. നമ്മളും അങ്ങനെയാണ്. ഇന്ത്യ ആരെങ്കിലും ആക്രമിച്ചിട്ടുണ്ടോ? ഇല്ല, ഇന്ത്യ ആരെയും ആക്രമിച്ചിട്ടില്ല. ഇന്ത്യ നമ്മുടെ ഈ രാജ്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും ലജ്ജാകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യൻ പാർലമെന്റാണ് നമ്മുടെ ജനാധിപത്യത്തിന്റെ അടയാളം. ഈ പാർലമെന്റിലേക്ക് പാകിസ്ഥാൻ ആക്രമണം നടത്തിയിട്ട് എന്ന് മിണ്ടാത്ത സർക്കാർ ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. ഞാൻ ആലോചിക്കാറുണ്ട്, നരേന്ദ്രമോദിയുടെ കാലത്തായിരുന്നു ഈ പാകിസ്ഥാൻ തീവ്രവാദികൾ ഇന്ത്യൻ പാർലമെന്റ് ആക്രമിച്ചിരുന്നെങ്കിൽ ഈ ലാഹോറും ഇസ്ലാമാബാദും റാവൽപിണ്ടിയും ഒക്കെ ഇന്നത്തെ പോലെ ഉണ്ടാവുമായിരുന്നു. അല്ല, അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ പാകിസ്ഥാൻ രേഖപ്പെടുത്തേണ്ടി ഉണ്ട്. അങ്ങനെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഇസ്ലാമാബാദ് ഉണ്ടായിരുന്നു, ലാഹോർ ഉണ്ടായിരുന്നു, കറാച്ചി ഉണ്ടായിരുന്നു, റാവൽപിണ്ടിയൊക്കെ ഉണ്ടായിരുന്നു ഭൂമിയിൽ എന്ന് രേഖപ്പെടുത്തേണ്ടി, രേഖകളിൽ മാത്രമേ ഉണ്ടാവുള്ളായിരുന്നു. അതാണ് വ്യത്യാസം. കാരണം നമ്മുടെ രാജ്യത്തെ പാർലമെന്റ് ആക്രമിച്ചിട്ടും ഒന്നും ചെയ്യാതിരുന്ന ഒരു കോൺഗ്രസ് സർക്കാർ ഈ രാജ്യം ഭരിച്ചിട്ടുണ്ടായിരുന്നു. അതിന്ന് മാറിയല്ലോ. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേലിനെ പോലെ തന്നെ ഇന്ത്യയും നമ്മൾ ആരെയും ആക്രമിക്കുന്നില്ല. പക്ഷെ നമ്മളെ ആക്രമിച്ചാൽ നമ്മൾ മാന്തും. ഇപ്പം മോദി പറയുന്നത് നമ്മൾ വീട്ടിൽ കയറി അടിക്കും, വീട്ടിൽ കയറി അടിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ തരത്തിലേക്ക് നമ്മൾ മാറുന്നുണ്ട്. ഇപ്പം പിന്നെ ഈ അംബാസഡർ പറയുന്നത്, ഇപ്പം ട്രംപ് വന്നതിന് ശേഷം
ഞങ്ങളുടെ നിലപാടുകളിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് വീണ്ടും ഞങ്ങൾ സമാധാനത്തിന് വേണ്ടി നിൽക്കുന്നവരാണ്. അബ്രഹാം അക്കോർഡ് ട്രംപിൻ്റെ കാലത്ത് തുടങ്ങിയതാണ്. ഗൾഫ് രാജ്യങ്ങളും സൗദി അറേബ്യയുമായിട്ട് നല്ല ബന്ധം ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ് അബ്രഹാം അക്കോർഡ്. അത് ട്രംപ് തുടങ്ങി വെച്ചു. പിന്നീട് വന്ന ബൈഡൻ സർക്കാർ അത് മുന്നോട്ട് കൊണ്ടുപോയില്ല. അത് നശിപ്പിക്കാൻ വേണ്ടിയുള്ള അത് നശിപ്പിക്കാൻ വേണ്ടിയാണ് ഒക്ടോബർ 7 2023 ആക്രമണം നടന്നത്. സൗദിയുമായിട്ട് ഇസ്രയേൽ ഒരു ഐക്യത്തിലുണ്ടാവരുത്. പക്ഷേ ഇതെല്ലാം വീണ്ടും വരാൻ പോകുന്നു എന്നാണ് ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയ അഭിമാനമാണ്. നമുക്ക് ഓരോ ഭാരതത്തിനും അഭിമാനിക്കാം അല്ലേ? ഇസ്രായേൽ പോലൊരു രാജ്യം നമ്മളെ കുറിച്ച് ഇങ്ങനെ അതെ, ഇസ്രായേൽ മുമ്പൊരിക്കൽ പറഞ്ഞു ഓർക്കുന്നില്ലേ, ഇന്ത്യയോട് ആരെങ്കിലും യുദ്ധം ചെയ്യുവാണെങ്കിൽ അത് അവർ ഇസ്രായേലിനോട് യുദ്ധം ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞ് അമേരിക്ക പറഞ്ഞിട്ടില്ല, റഷ്യ പറഞ്ഞിട്ടില്ല, ലോകത്താരും പറഞ്ഞില്ല. ഇസ്രായേലും മാത്രമാണ് പറഞ്ഞത് ആരെങ്കിലും ഇന്ത്യയോട് യുദ്ധം ചെയ്താൽ അവർ ഇസ്രായേലിനോടും യുദ്ധം ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞ ഒരു രാജ്യത്തിന്റെ കൂടെയല്ലേ നമ്മൾ നിൽക്കേണ്ടത്? മുമ്പ് ഒരിക്കൽ ഇറാനിലെ അയത്തുള്ള അലി ഖമനേയി പറഞ്ഞില്ലേ, ഇന്ത്യയിൽ കാശ്മീരിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുമ്പോൾ നീ നിന്റെ രാജ്യത്തെ കാര്യം ആദ്യം നോക്കിയാൽ മതി എന്ന് ഇസ്രായേൽ പറഞ്ഞു. ആദ്യം നീ നിന്റെ കാര്യം, ഇന്ത്യയിലെ കാര്യം പഠിപ്പിക്കാൻ പോകണ്ടെന്ന് പറഞ്ഞു. എന്റെ രാജ്യത്തെ സ്ത്രീകളുടെ കാര്യം നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഇന്ത്യയുടെ കാര്യത്തിൽ എപ്പോഴും ഇസ്രായേൽ നിലപാടുകൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേലിന് ഒരു ആവശ്യം വന്നപ്പോൾ നമ്മൾ സഹായിച്ചിട്ടുണ്ടാവും. നമ്മൾ പരസ്യമായിട്ടല്ലേ നമ്മൾ കപ്പൽ നിറച്ച് പീരങ്കി ഉണ്ടകളും ഷെല്ലുകളും വെടിയുണ്ടകളും നമ്മൾ കയറ്റി വെച്ചു. ആ കപ്പൽ സ്പെയിനിൽ വെച്ച് പിടിച്ചു. അത് കഴിഞ്ഞ് റിലീസ് ചെയ്തു. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ ആയുധം കൊടുത്തപ്പോൾ ഇവിടെ പ്രശാന്ത് ഭൂഷൺ സുപ്രീം കോടതി പോയി നമ്മൾ ഇന്ത്യ ഇസ്രായേലിന് ആയുധം കൊടുക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ത്യ ഇസ്രായേലിനെ സഹായിച്ചിട്ടുണ്ട്. അത് എങ്ങനെയൊക്കെ സഹായിച്ചു എന്നുള്ളത് പറയാൻ നമുക്കറിയത്തില്ല. ഇസ്രായേലും താങ്ക്സ് പറയുന്നു, നന്ദി പറയുന്നുണ്ട്. മോദിജിയാണ് ബൈഡൻ ഒരു പ്രതിസന്ധി ഉണ്ടാക്കിയപ്പോൾ അതിപ്രഹരശേഷിയുള്ള ബോംബുകളും മറ്റും നൽകി റഫയെ കീഴടക്കാനുള്ള ഞങ്ങളുടെ നീക്കം നിന്നു പോയപ്പോൾ മോദിജി ഞങ്ങളെ സഹായിച്ചു, ഞങ്ങൾ പിന്നീട് റഫ കീഴടക്കി എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് ഉത്തരങ്ങളുണ്ട്. ഇന്ത്യ ഇസ്രായേൽ ബന്ധം അനുസ്യൂതം പോവുകയാണ്. ഇസ്രായേൽ പറയുന്നു ഞങ്ങൾക്ക് മോദിജിയോട് ആരാധനയാണ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ നമുക്ക് വലിയ സന്തോഷമുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.